Puckles, I want to tell you something. What I ate in a day. Sorry. Some fruits I ate in a day. എന്താണ് പറയുന്നത്, ചക്ക കഴിച്ചു, നൊങ്ക് കഴിച്ചു, പിന്നെന്താണ് റംബൂട്ടാൻ കഴിച്ചു, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു. അപ്പം അതിൻ്റെ വീഡിയോ ഞാനിന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ അതാ കഴിക്കാൻ പോണത് നൊങ്കാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് നൊങ്ക് മേടിച്ചു കൊടുത്തത്. എനിക്ക് നൊങ്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്കിങ്ങനെ ചില കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നൊങ്ക് എവിടെ കണ്ടാലും എനിക്ക് മേടിച്ച് തരും. അങ്ങനെ മേടിച്ച് തന്നെയാണ് ഗൈസ്. എവിടെയോ കണ്ടപ്പോൾ പെട്ടെന്ന് മേടിച്ചുകൊണ്ട് തന്നു. എന്നിട്ട് പള്ളിയിലൊക്കെ പോയി. അപ്പോഴത്തേക്കും ഞാൻ നൊങ്ക് ആസ്വദിച്ച് തൊലിയൊക്കെ കളഞ്ഞ് കഴിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ നൊങ്കിന് എന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം ഇതിനകത്തുള്ള വെള്ളമൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റംബൂട്ടാനല്ലല്ലോ, ഡ്രാഗൺ ഫ്രൂട്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മാമാടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ വീട്ടിൽ പിടിച്ച ഒരാൾ കൊടുത്തതാണ്. എൻ്റെ മക്കളെ, ഈ വീട്ടിൽ പിടിച്ച ഡ്രാഗൺ ഫ്രൂട്ടിന് എല്ലാവരും ഈ യൂട്യൂബിൽ ഭയങ്കര മധുരം എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അത് സത്യമാണ്, ഉള്ളതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന പോലെയേ അല്ല. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം. ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി ഗൈസ്. അത്ര മധുരം ഉണ്ടായിരുന്നു. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വീട്ടിൽ നട്ട് വളർത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വരിക്കച്ചക്ക കിട്ടി ഗൈസ്. ഞങ്ങൾ മാമാടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അത് ഷായിരുന്ന് പൊളിക്കുക. ഞാൻ അവിടെ ഇരുന്ന് ഓരോ ഭാഗത്ത് നിന്ന് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമാണ് വരിക്കച്ചക്ക. അങ്ങനെ മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേൻ ഊറുന്ന മധുരമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ സൈഡിൽ നിന്ന് ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് കഴിച്ച് തീരുന്നില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട്. അവിടെ ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഉമ്മ എൻ്റെ ഇടയിൽ കൂടെ എന്തോ ടേസ്റ്റ് ചെയ്യാനെങ്ങാണ്ട് കൊടുത്തു, ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കാൻ. ഞാനാണെങ്കിൽ ചക്ക തീറ്റിയോടെ തിന്ന് തീരുന്നില്ല. അവസാനം എന്നെ കൊണ്ടിരുന്ന് ഒലിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അലിയും പിന്നെ ഇരുന്ന് ഒലിക്കാൻ തുടങ്ങി ഗൈസ്. ഒലിക്കാനല്ല, തൊലിക്കാനല്ല, എന്തെന്ന് പറയുന്നത്, ചക്ക ഇളക്കാൻ പൊളിക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ ഞാനും അലി ഇരുന്ന് ചക്ക പൊളിക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞങ്ങൾ ആസ്വദിച്ച് പൊളിക്കുന്നു. അലി ഒരു സൈഡിൽ കൂടെ കഴിക്കുന്നു, ഞാനും ഒരു സൈഡിൽ കൂടെ കഴിക്കുന്നു. അങ്ങനെ കഥയും പറഞ്ഞ് ഞങ്ങളിരുന്ന് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചക്ക മൊത്തം പൊളിക്കുന്ന സമയത്ത് ഉമ്മ എനിക്കും ഓരോ രസം എന്തോ ടേസ്റ്റ് ചെയ്യാൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പും പുളിയൊക്കെ നേരെ പറഞ്ഞു കൊടുത്തു. എനിക്ക് അത്രയും അങ്ങോട്ട് അറിയത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചക്ക മൊത്തം പൊളിച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. ഓരോ ചക്കച്ചോള കാണുമ്പോൾ ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ എവിടെയോ കണ്ട്, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം നല്ല പുളിയുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഉപ്പും മുളകും ഇട്ട് കഴിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.